ഇവിടെ പൊങ്കാല നടത്തി എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാണ്. ഇവിടെ വരുന്നവർ തിരുവനന്തപുരം അനന്തപുരിയിലേക്ക് എത്തുന്നവർക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം പക്ഷേ ഇവരെല്ലാം വലിയ ഇല വെച്ചിട്ട് അല്ലെ അമ്മയുടെ കുറച്ചുള്ളേ അതൊക്കെ ഉള്ളെന്ന് കിട്ടിയതാ. ഞാൻ വെളുപ്പിന് 4 മണിക്ക് എത്തി. വളരെ പ്രശ്നമാണ്. സീരിയൽ സിനി ആർട്ടിസ്റ്റ് കൊല്ലം വീണയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പം ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. വാക്കുകളിലേക്ക് പിടിച്ചിരുന്നാൽ മതി. പൊങ്കാല എല്ലാ വർഷവും ഞാൻ പൊങ്കാല ഇടുന്നതാണ്. 15 വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ട്. പൊങ്കാല മുടങ്ങിയാൽ നമുക്ക് സങ്കടമാണ്. പൊങ്കാല മുടക്കാറില്ല അമ്മ. ഓരോ വർഷവും വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഈ വർഷത്തെക്കാൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ഈ വർഷം ഉണ്ട്. ഇത്രയും തിരക്കും പുതിയ 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 ചെറിയ കുട്ടികൾ ഒക്കെ വന്ന് അമ്മയ്ക്ക് സ്ത്രീകളുടെ ശബരിമലയാണ്. അമ്മയ്ക്ക് സ്ത്രീകൾ ഇങ്ങനെ ശരിക്കും വന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുക. അത് കാണുന്നതും അമ്മയെ കാണുന്നതും ഓരോ വർഷവും നമുക്ക് പൊങ്കാല അർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന മനപ്രയാസം ഭയങ്കര വിഷമമാണ്. ഇന്ന് വരെയും അമ്മ പൊങ്കാല മുടക്കിയിട്ടില്ല. എല്ലാ വർഷവും വന്ന് പൊങ്കാല ഇടുന്നുണ്ട്. നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ ആ സ്ത്രീ വന്ന് പൊങ്കാല ഇടുവോ അത് ഉറപ്പായിട്ട് നടന്നിരിക്കും. ഓരോ വർഷവും ഞാൻ ഓരോ വർഷവും ഓരോ പൊങ്കാലയ്ക്ക് വരുമ്പോൾ അമ്മയോട് ഓരോ കാര്യങ്ങളും പറയാറുണ്ട്. എനിക്കമ്മ അത് സാധിച്ചു തരാറുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം വരെയും എൻ്റെ വീട്ടിലൊരു വിഗ്രഹം ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയും കൊണ്ടുവന്നിട്ടില്ല. ഈ വർഷം എനിക്ക് തോന്നി ആ അമ്മയെ കൂടെ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ഞാൻ അത് കൊണ്ടുവന്നാണ് ഈ വർഷം പൊങ്കാല ഇടുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമാണ്. പിന്നെ പുതിയ കുറേ ആൾക്കാരെ ഞാൻ വിളിച്ചു ഈ വർഷം. അവർ കൂടെ വന്ന് പൊങ്കാല ഇട്ടു. അത്രയും അങ്ങനെ ഓരോ വർഷവും ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ വർഷവും നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ത്രീകളുടെ ശബരിമലയാണ്. സ്ത്രീകൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ജീവിതകാലം മരിക്കുന്നത് വരെ പൊങ്കാല ഇടണമെന്നുള്ള ആഗ്രഹമുണ്ട്. അമ്മയ്ക്ക് ഒരു വർഷം പൊങ്കാല സമർപ്പിച്ചില്ലെങ്കിൽ വലിയ വിഷമമാണ്. അത് അമ്മ സാധിച്ചു തരും. എല്ലാ സ്ത്രീകളും വരിക, അമ്മയ്ക്ക് പൊങ്കാല ഇടുക, സന്തോഷം കണ്ടെത്തുക. അതേ പറയാനുള്ളൂ. അമ്മയെ കണ്ടു സന്തോഷമായിട്ട് തിരിച്ചു പോകും. പൊങ്കാല ഇട്ടിട്ട് തിരിച്ചു പോകുമ്പോൾ അമ്മയെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് ഓരോ വർഷവും അടുത്ത വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പൊങ്കാലയ്ക്ക് ഒരു വർഷം വന്ന് പൊങ്കാല ഇട്ടാൽ അടുത്ത വർഷത്തേക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ. ഭയങ്കര സന്തോഷമാണ്. ഇനിയും അങ്ങനെ എല്ലാ വർഷവും പൊങ്കാല ഇടണമെന്ന് ആഗ്രഹം.